ഹായ് ചേച്ചി. ഹായ്, ഹലോ. കൊറേ നാളായിട്ട് ആളെ കാണുന്നില്ലല്ലോ സ്ക്രീനില്. എനിക്കറിയില്ല, ഞാൻ പടങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കൊച്ചി. പക്ഷെ മേ ബി ഒരു മെയിൻ സ്ട്രീം സിനിമകൾ കുറവായിരിക്കും. ആഹാ. ചെയ്ത ഒന്നാണ് റാം, അത് പിന്നെ ഇറങ്ങിയിട്ടില്ല. പിന്നെ ഞാനിങ്ങനെ കുറച്ച് ട്രെയിനിങ്ങും കുറച്ച് ആക്ടിങ്ങും അങ്ങനെ കുറച്ച് കാര്യങ്ങളും ഒരു ട്രാവലൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കണുണ്ട്. ഏതെങ്കിലും ഒരു സമയത്തൊന്ന് വരും, പുറത്തേക്ക് വരും. ആക്ടിങ്ങിനേക്കാളും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഈ പറയുന്നത് പോലെ ഡയറക്ഷനും അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ട്രെയിനിങ് കുട്ടികൾക്ക് കൊടുക്കാനും ഒക്കെയാണോ ആക്ടിങ്ങിൽ? അങ്ങനെയല്ല, എന്താണ് പറയാ, ഞാൻ ഡയറക്ഷനാണ് പഠിച്ചത്. ഓക്കെ. ഞാൻ ഡയറക്ടർ ആവാനാണ് ചെറുപ്പം മുതൽ ആഗ്രഹിച്ചത്. പക്ഷെ ഇങ്ങനെ ഞാൻ എപ്പോൾ ഡയറക്റ്റ് ചെയ്താലും ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. നാടകമാണ് കൂടുതൽ ചെയ്തിട്ടുള്ളത്. ഒരു സമയം കഴിഞ്ഞപ്പോൾ ആക്ടിങ് എൻ്റെ നേരെ വന്നു. പക്ഷെ എനിക്ക് എന്തോ ഒരു അഭിനേത്രിയുടെ ഒരു സ്വഭാവം പൊതുവെ കുറവാണ്. വരാറില്ല. അത് പക്ഷെ എനിക്ക് അഭിനയം പറ്റുന്ന ഒരു പണിയാണ്. പക്ഷെ ആ ഒരു നേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ എനിക്ക് പറ്റാറില്ല. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ, അല്ലെങ്കിൽ എൻ്റെ ഒരു ഒരു ക്യാരക്ടറിന്റെ ഒക്കെ ആയിരിക്കാം, ഞാൻ അതിൽ അങ്ങനെ ഭയങ്കരമായിട്ട് ഫോക്കസ് ചെയ്തിട്ടില്ല. ഇനി ചെയ്യില്ല എന്നല്ല പറഞ്ഞു, പക്ഷെ ഐ ലൈക്ക് ഡയറക്ഷൻ. ഞാൻ അതാണ് പഠിച്ചത്, അതാണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആക്ടിങ് കിട്ടിയാൽ നല്ല റോൾസ് കിട്ടിയാൽ ഉറപ്പായിട്ടും ചെയ്യും. പക്ഷെ ഐ വോണ്ട് ടു ഫോക്കസ് ഓൺ ഡയറക്ഷൻ. ആസ് എ ഡയറക്ടർ ഹിമ ശങ്കറിനെ ഞങ്ങൾക്ക് പെട്ടെന്ന് കാണാൻ പറ്റുമോ? ഞാനൊരു പ്രൊജക്റ്റ് ഇപ്പൊ ചെയ്യുന്നു. ഞാനൊരു 3 സ്ക്രിപ്റ്റ് ചെയ്തു വെച്ചിട്ടുണ്ട്. ഒരു പ്രൊജക്റ്റ് ഇപ്പൊ ഓണാക്കാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ശ്രുതി മേനോനാണ് ഹീറോയിൻ. ഒരു ചെറിയൊരു ആന്തോളജി, അതിൽ ഒരു പ്രൊജക്റ്റ്. അത് കഴിഞ്ഞിട്ട് മെയിൻ സ്ട്രീം ഫുൾ ലെങ്ത് മൂവീസ് തുടങ്ങണം, ചെറുതീൻ തുടങ്ങാന്ന് വെച്ചു. അപ്പൊ അതിന്റെ പിറകെയാണ് കുറെ. ഞാൻ ഇതിനു മുമ്പ് ഒരു മൂവി ചെയ്യാന്ന് വെച്ചിരുന്നു. പക്ഷെ ഇപ്പൊ തോന്നുന്നു ആ സബ്ജക്റ്റ് ഒക്കെ എന്ന് പറയുന്നത് ഫുൾ ലെങ്ത് മൂവി ആദ്യം ചെയ്യാൻ അനൗൺസ് ചെയ്തിരുന്നു. പക്ഷെ എന്താന്ന് വെച്ചാൽ ആ സമയത്ത് കൊറോണ വന്നു, അങ്ങനെ കുറച്ച് ഇഷ്യൂസും ഒക്കെ കൂടി വന്നപ്പോൾ ഈ എന്താണ് ഡയറക്ടോറിയൽ, കാരണം സെക്കൻഡ് കൊറോണ വേവിന്റെ ടൈമിൽ ആ പ്രൊജക്ട് ഹോൾഡായി. പിന്നെ അത് എനിക്ക് പൊക്കിക്കൊണ്ടുവരാൻ പറ്റിയില്ല. ഞാൻ പിന്നെ ആക്ടിങ് ചെയ്യാനുള്ള സിനിമകളും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ വന്നു. ഒരു 6 മൂവി ചെയ്തു കൊറോണയ്ക്ക് ശേഷം. അതിലൊരു 4 ഹീറോയിനായിട്ടാണ്. അപ്പോൾ അത് ചെറിയ മൂവീസാണ്, അതുകൊണ്ടായിരിക്കും നിങ്ങൾ അങ്ങനെ കാണാറുള്ളത്. പക്ഷെ കാണുന്നവർക്ക് അറിയാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ വൺസ് എവിടെയെങ്കിലൊക്കെ നമ്മള് ഇപ്പൊ ബേസിലൊക്കെ ഇല്ലേ ആക്ടർ ഡയറക്ടറാണ്, അപ്പൊ അതുപോലെ തന്നെ അറിയപ്പെടാൻ, കാരണം എനിക്ക് ആക്ടിങ് ഇഷ്ടമാണ്. ആക്ടിങ്ങിലും ഡയറക്ഷനിലും ഒക്കെ ആക്റ്റീവായിട്ട് നിൽക്കണം അല്ലേ? അങ്ങനെ തന്നെയാണ് ആഗ്രഹം. കാരണം പക്ഷെ ഞാൻ പഠിച്ച ഡയറക്ഷൻ അതാണ്, എനിക്ക് ചെയ്യാൻ കുറച്ചും കൂടി ഇൻട്രസ്റ്റ് ഉള്ളത്. എഴുതും. അപ്പൊ അങ്ങനെ അതിന്റെ ഒരു ഇതൊക്കെ ഉള്ളതിന്റെ ഒരു കുഴപ്പമുണ്ടെന്നേ, എന്ത് ചെയ്യാൻ പറ്റും. മൊത്തത്തില് അഭിനേത്രിയുടെ ഒരു ഇതിലേക്ക് അങ്ങോട്ട് വന്നുപോയി. അതങ്ങോട്ട് എന്താണ് പറയാ, അതിലേക്ക് അങ്ങോട്ട് ടോട്ടലി ആ ഒരു നേച്ചർ പിടിക്കാൻ പറ്റുന്നില്ല. പക്ഷെ ഒരു ആക്ട്രസ് എന്നുള്ള നിലയിലും നല്ല കഴിവുള്ള ഒരു ആളാണ്. അല്ല, എനിക്ക് അതിപ്പോ നമ്മളല്ലല്ലോ, മറ്റുള്ളവരല്ലേ നമുക്ക് റോൾ തരൂ ഞാൻ വന്ന് അഭിനയിക്കാം. ഓക്കെ. ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സിലേക്ക് മാത്രം കാറ്റഗറൈസ് ചെയ്യപ്പെടുന്നുണ്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഏത് ടൈപ്പ് എന്ന് എനിക്കറിയില്ല. കാരണം ഞാനിപ്പോ ചെയ്ത ഒരു ലാസ്റ്റ് ചെയ്തൊരു 4 മൂവി എന്ന് പറയുന്നത്, ഒന്നിലൊരു മീൻ കച്ചവടക്കാരിയാണ്, ഒരു പക്ക ഒരു സെമി കൊമേഴ്സിലാണത്. പിന്നൊന്നില് ഒരു പോലീസ് ഓഫീസറാണ്. പിന്നൊന്ന് എന്ന് പറയുന്നത് അതിലൊരു ഒരു ഹൗസ് വൈഫാണ്. ഒരു വലിയൊരു IT ഒക്കെ വർക്ക് ചെയ്യുന്ന ഒരാളുടെ വീട്ടിലെ വൈഫാണ്. പിന്നെ ഒന്ന് ചെയ്തതൊരു ഫുഡ് ഇൻട്രസ്റ്റ് ഉള്ള ഒരാളുടെ സ്റ്റോറിയാണ്. പിന്നെ ഇപ്പോൾ ഓഫ് റോഡ് എന്ന് പറഞ്ഞ മൂവിയിൽ ചെയ്ത ക്യാരക്ടർ ഒരു പക്ക ബോൾഡ് ആയിട്ടുള്ളൊരു 20 വയസ്സുകാരൻ്റെ അമ്മ. അത് ആ ക്യാരക്ടർ അങ്ങനെ ആയതുകൊണ്ട് എന്നെ വിളിച്ച് ചെയ്യിപ്പിച്ചതാണ്. പിന്നെ ഇപ്പൊ ലാസ്റ്റ് ഇറങ്ങിയ 2ാമത്തില് ടോട്ടൽ ഡിഫറെന്റ് ആണ്. അപ്പൊ അതായത് എന്താന്ന് വെച്ചാലേ, ഇപ്പൊ നമ്മള് പെട്ടെന്ന് അങ്ങനെ ഞാൻ ഒരേപോലെയുള്ള ക്യാരക്ടറേ അല്ല, ഒന്നും എല്ലാം ഡിഫറെന്റ് ആണ്. പക്ഷെ നിങ്ങൾ കാണാത്തോണ്ട് പണ്ടെങ്ങാണ്ട് ചെയ്ത സാധനങ്ങള് ആണ് പെട്ടെന്ന് നിങ്ങൾ തന്നെ കാണില്ലെങ്കിൽ എന്നെ പ്രൊജക്ട് ചെയ്യുന്ന വിധത്തിലായിരിക്കും. അങ്ങനെ വെച്ച് ജഡ്ജ് ചെയ്യപ്പെടുന്നുണ്ട്. ഇപ്പൊ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം പ്രീ ജഡ്ജ്മെന്റ് ആണ്. എന്റെ പ്രശ്നം എന്ന് പറഞ്ഞാല്, എന്റെ ലുക്ക് ഈ ലുക്കിലിരുന്ന് ഇങ്ങനെ ഇരിക്കും, ഒരു മോഡേൺ സാധനത്തിലേക്ക് മാറിയാൽ അങ്ങോട്ടേക്ക് മാറും, അങ്ങനത്തെ ഒരു ബോഡിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യമൊക്കെ എനിക്ക് മനസ്സിലാവില്ല, ഇപ്പൊ ഒരു കോസ്റ്റ്യൂം ഇട്ട് കഴിഞ്ഞാൽ അതിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ എന്റെ സ്വഭാവം മൊത്തം ആൾക്കാർക്ക് തോന്നൂല്ല ഞാൻ ഇപ്പുറത്തേക്ക് പോകുന്നു, അങ്ങനെ മാറും. അപ്പൊ ഇപ്പൊ ഞാൻ ചെല്ലുന്നത് ഒരു നാടൻ ഇതിലേക്കാണ്. ഞാൻ മോഡേൺ കോസ്റ്റ്യൂം ഇട്ടാൽ ഭയങ്കര പാടാ അവർക്ക് എന്നെ അതിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യണം. എന്റെ ബോഡി ലാംഗ്വേജ് മൊത്തം ഒരു മോഡേൺ ആയിരിക്കും. അപ്പൊ അങ്ങനെ എനിക്ക് കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് കാസ്റ്റിംഗിലും. അങ്ങനെ അവർക്ക് ഫസ്റ്റ് ലുക്കിൽ തോന്നും എന്നെ അതിന് പറ്റില്ല എന്ന്. പക്ഷെ സ്ക്രീൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ ഓക്കെയാണ്. പണ്ട് ഞാനൊരു 22 ഇയേഴ്സിലാകൊണ്ടാണ്
ഒരു 15 വയസ്സുള്ള ഒരു കുട്ടിയുടെ ഒരു ആൽബം ചെയ്തിട്ടുണ്ട്, VK പ്രകാശ് ഡയറക്ട് ചെയ്ത്. അപ്പൊ ഞാൻ കോസ്റ്റ്യൂമൊക്കെ കൊണ്ടുപോയപ്പോ VK ഞാൻ പോകുന്നത് ഒരു ജുബ്ബ ഇട്ടിട്ട്, ജുബ്ബയും ഒരു പൈജാമയും, ഭയങ്കര ബുദ്ധിജീവി ലുക്കിലൊക്കെ സ്കൂൾ ഓഫ് ഡ്രാമ പഠിക്കുന്ന സമയമാണ്. അപ്പൊ VK എടി ഇതൊരു 15-16 വയസ്സായ ഒരു കുട്ടിയാണ്, അല്ലാണ്ട് ഈ പറയുന്ന പോലെ എന്താ പറയാ, ഞാൻ പറഞ്ഞു വെയിറ്റ് എന്താന്ന് കോസ്റ്റ്യൂം അങ്ങനെ ചെയ്ത ഒരു വർക്കാണ്. പാടുകയെ ഞാൻ ബാല്യസഖി എന്ന് പറഞ്ഞിട്ട് പണ്ട് ഡ്യൂ ഡ്രോപ്സിലൊക്കെ ഒരുപാട് വന്നിരുന്ന ഒരു വർക്ക് ഉണ്ട്. അപ്പൊ അതൊക്കെ ആൾക്കാർ കണ്ടിട്ടുണ്ട്. ആക്ടിങ്ങില് ട്രെയിൻ ചെയ്തെടുക്കാറുണ്ടല്ലോ ഞാൻ ഒരുപാട് ട്രെയിനറാണ്, 2016 മുതൽ ട്രെയിനറാണ്. ഓക്കെ. അങ്ങനെ അതിലേക്ക് ഇറങ്ങാനുള്ള ഒരു റീസൺ എന്താണ്? ഓരോ ആളുകളെയും പഠിപ്പിക്കുമ്പോൾ കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ്? അത് ശരിക്കും പറഞ്ഞാൽ ആക്സിഡന്റിൽ സംഭവിച്ചതാണ്. എനിക്ക് ട്രെയിൻ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷെ ഞാൻ അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നപ്പോ യെസ് ഞാൻ ചെയ്യാന്ന് പറഞ്ഞ് ഞാൻ കയറി ചെന്ന് കൊടുത്തു. ചെയ്ത് കഴിഞ്ഞപ്പോ ഭയങ്കര രസം, ആൾക്കാരെ എല്ലാവരും ഭയങ്കര ഹാപ്പി. അതിന്റെ അടുത്ത ട്രെയിനിങ് ഉണ്ടെങ്കിൽ വിളിക്കണം എന്ന് പറയുന്നു. അപ്പൊ ഇവന് കൊള്ളാമല്ലോ ഈ പരിപാടി, എനിക്ക് പറ്റും. പിന്നെ ഞാനിങ്ങനെ വെറുതെ ഇങ്ങനെ ആൾക്കാരെ ഫ്രണ്ട്സിനെയൊക്കെ കുറച്ച് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് അതിന്റെ ഒരു ബേസിക് സാധനം വരണം. ഞാൻ എന്നെ തന്നെ ഒരുപാട് ഒബ്സർവ് ചെയ്യുന്ന ഒരാളാണ്. ആക്ട് ചെയ്യുമ്പോഴും ഞാൻ തിയേറ്ററിലെ കാര്യമായിട്ട് പോണം, സിനിമ. അപ്പോൾ അങ്ങനെ ഒബ്സർവ് ചെയ്ത് എനിക്കുണ്ടായ കാര്യങ്ങളിൽ നിന്നും ഞാൻ പഠിച്ചതും ഒക്കെ ജോയിൻ ചെയ്തിട്ടാണ് ഞാൻ എൻ്റെ ട്രെയിനിങ് സെഷൻ വർക്ക് ചെയ്യുന്നത്. അത് ഭയങ്കര വർക്കൗട്ട് ആവും. കാരണം നമ്മൾ പരീക്ഷ വിജയിച്ച ഒരു കാര്യമാണ് നമ്മൾ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അത് വർക്കാവുന്നുണ്ട്. അത് നമ്മൾ ഭയങ്കരമായിട്ട് അത് മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുന്ന പോലെയാണ്. പിന്നെ ഒരു സമയത്ത് ഫിനാൻഷ്യലി ഒക്കെ ഏറ്റവും ഹെൽപ്പ് ചെയ്ത ട്രെയിനിങ് തന്നെയാണ് കൊറോണ സമയം കഴിഞ്ഞപ്പോൾ. അപ്പോൾ കൊറോണയുടെ ഇടയ്ക്കൊക്കെ അങ്ങനെ ആണ്. പക്ഷെ സ്റ്റിൽ എന്താ പറയാ, അതില് ഈ ട്രെയിനിങ് എനിക്ക് ഇഷ്ടപ്പെടാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരാള് നമ്മുടെ അറിവും ബോധവും വെച്ചിട്ട് നമ്മൾ അതിനെ ഒരാളുടെ മനസ്സിനെ ഷിഫ്റ്റ് ചെയ്യാണ്. അപ്പൊ അത് ശരിക്കും ഒരു എന്താ പറയുക, ഒരു റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള ഒരു ജോബാണ്. അത് നമുക്ക് ഒരുപാട് പേര് നമ്മളുടെ ആ ഗുരുത്വത്തിനെ എന്താണ് അംഗീകരിക്കുകയും ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്യുന്ന സമയത്ത് അത് ഭയങ്കര രസമുള്ളൊരു, എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ്. എനിക്ക് എൻ്റെ ഒരു പാഷനാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ ഞാൻ ഒരുപാട് കോളേജസിലും ഒക്കെ ക്ലാസ് എടുത്തിട്ടുണ്ട്. അപ്പൊ അവിടെയൊക്കെ കുട്ടികൾക്ക് ഉണ്ടാവുന്ന ഇൻവോൾവ്മെന്റിൽ അവർ നമ്മളെ ഭയങ്കര ഹാപ്പി ആയിട്ട് നമ്മളോട് പറഞ്ഞു തന്നതിന് ഒരു താങ്ക്ഫുൾ ആവുമ്പോൾ ഉണ്ടല്ലോ, ദാറ്റ് ഈസ് എ ഗുഡ് ഫീലിംഗ്. പക്ഷെ ഇപ്പോഴത്തെ സിനിമകളിലെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാം വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ആക്ടിങ്ങും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പോൾ ആ ഒരു ഡിഫറൻസ് എങ്ങനെയാണ് ചേച്ചി നോക്കി കാണുന്നത്? ഈ റിയലിസ്റ്റിക് ആയിട്ടുള്ള ആക്ടിങ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ എപ്പോഴും റിയൽ തന്നെയാണ്. അതായത് പണ്ടത്തേതെന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ഹാൻഡ് മൂവ്മെന്റ്സ് ഒക്കെ കൂടുതലായിരുന്നു, എക്സ്പ്രഷൻസ്. അത് പക്ഷെ ഇപ്പൊ കുറച്ചും കൂടി മൈൻഡാണ് വർക്ക് ചെയ്യുന്നത്. ഫോർ മീ ഞാൻ ആലോചിക്കുമ്പോൾ ഞാൻ കുറച്ചും കൂടി മൈൻഡ് വർക്കിന്റെ ആളാണ്. അപ്പൊ എന്റെ ട്രെയിനിങ് പൊതുവെ ഞാൻ ഇപ്പോഴത്തെ ഒരു മൈൻഡ് സെറ്റ് എങ്ങനെ വർക്ക് ചെയ്യാം, ഇന്റേണലി എങ്ങനെയാണ് ആൾക്കാർ പ്രിപ്പയർ ആവേണ്ടത്, എക്സ്റ്റേണൽ വർക്ക് ആവാനായിട്ടെന്നുള്ളൊരു കാര്യം ഉണ്ടല്ലോ, അതാണ് ഞാൻ കൂടുതലും വർക്ക് ചെയ്യുന്നത്. അല്ലാതെ ഒരു ബോഡി ടു മൈൻഡ് ആക്ടിങ്ങിനേക്കാളും മൈൻഡ് ടു ബോഡി ആക്ടിങ് ആണ് എൻ്റെ വർക്ക്. പഠിച്ചിട്ടേ നമുക്ക് സിനിമയിലേക്ക് വരാൻ പറ്റൂ, അങ്ങനെ ഉണ്ടോ? ഇല്ല. നിങ്ങൾ പഠിച്ച്, ഞാൻ ചെയ്യുന്ന കുറച്ച് വർക്ക് എന്ന് പറയുന്നത് എങ്ങനെയാ വെച്ചാല്, അത്യാവശ്യം അഭിനയിക്കാനൊക്കെ അറിയുന്ന ആൾക്കാര്, ഈ അഭിനയിക്കാൻ അറിയുന്ന ആൾക്കാർക്ക് ഉണ്ടാവണ പ്രശ്നങ്ങളുണ്ടല്ലോ, എന്തോ പ്രശ്നമുണ്ടല്ലോ അഭിനയിക്കുമ്പോൾ, എന്തോ ഒരു പ്രോബ്ലം തന്നെ, എനിക്കെന്തോ ഞാൻ ചെയ്യുന്നതിൽ ഒരു തൃപ്തി കിട്ടുന്നില്ല, എവിടെയാണ് എൻ്റെ പ്രശ്നം എന്നൊക്കെ അന്വേഷിക്കുന്ന ആൾക്കാർക്ക് ഇതാണ് പ്രശ്നം എന്നുള്ളതിനുള്ളൊരു സൊല്യൂഷനാണ് കൊടുക്കുന്നത്. അപ്പൊ കൂടുതലും വർക്ക് ചെയ്യുന്ന അങ്ങനത്തെ ഏരിയാസിലാണ്. അപ്പോ എന്താന്ന് വെച്ചാല്, ഇപ്പൊ നമ്മള് ഇപ്പൊ ഒരാളെ ഒരു പണ്ടത്തെ ആക്ടിങ് ഇപ്പോഴത്തെ ആക്ടിങ്ങും ഞാൻ പറയുന്ന സമയത്ത് പറയും, അപ്പൊ കുറച്ചും കൂടി നമ്മള്, കാരണം ഈ നാടകത്തിൽ നിന്നും ഈ ക്ലാസിക്കൽ ഡാൻസിൽ നിന്നൊക്കെയാണ് നമ്മുടെ ഇവിടുത്തെ ആളുകളുടെ ആക്ടിങ് ശൈലി വന്നിട്ടുള്ളത്. അത് കുറച്ചും കൂടി ക്ലാസിക്കലാണ്, ബോഡി യൂസ് ചെയ്തതാണ്. പക്ഷെ പിന്നെ അത് മൈൻഡിലേക്ക് വരുമ്പോൾ പലപ്പോഴും ആളുകൾക്ക് അത് ആ ഒരു ശൈലിയിൽ നിന്ന്, കാരണം ബോഡി ഓൾറെഡി ആ ശൈലിയിൽ ഇങ്ങനെ എന്താണ് ലോക്ക്ഡ് ആണ്. അപ്പൊ അതിന് കട്ടാക്കാനാണ് പാട്. അപ്പൊ അതുകൊണ്ട് ഫോർ മീ എന്താണ് പറയാ, ഞാൻ കുറച്ചും കൂടി ഒരു ഇന്റേണൽ വർക്കറാണ്. സിനിമയുടെ ഈ ഒരു ഇൻഡസ്ട്രിയിൽ നമ്മൾ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഓപ്പൺ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഫീൽഡ് ഔട്ട് ആകും എന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യമാണോ? അങ്ങനെ വെച്ചാലേ എന്താ വെച്ചാൽ ഇപ്പൊ എന്നെ സംബന്ധിച്ചോളം എനിക്ക് പ്രോബ്ലംസ് ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ടല്ല ഞാൻ ഈ പറഞ്ഞ ഇതൊന്നും പറഞ്ഞത്. കാരണം എനിക്കത് പറയാൻ തോന്നി, ഞാൻ പറഞ്ഞു ഓരോ കാര്യങ്ങൾ, അത് സത്യസന്ധമായ കാര്യങ്ങളാണ്. പക്ഷെ ഇവിടെ ഇപ്പൊ നമ്മൾ ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയുന്നവരെ പറയും,
നീ പ്രതികരിച്ചുകൂടായിരുന്നോ, നീ ഒരു നല്ല എന്താണ് പറയാ ഒരു അത്യാവശ്യം കൊള്ളാവുന്ന ഒരു പെങ്കുച്ചല്ലേ, നിനക്ക് പ്രതികരിച്ച എന്തായിരുന്നു കുഴപ്പമെന്ന് പറയും. പ്രതികരിച്ചു കഴിഞ്ഞാൽ ഒരുപാട് കുറ്റം പറയാൻ ആൾക്കാരുണ്ട്. പക്ഷെ ഫോർ മീ ഞാൻ വയ്ക്കുന്ന ഒരു സമയത്ത് ഇപ്പൊ നമ്മൾ ലൈഫിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോണ്ടല്ലോ, നമ്മൾ പറഞ്ഞതും ചെയ്തതിനൊക്കെ എവിടേക്കോ അതിലൊക്കെയോ ചലനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വെറുതെ ഇരുന്ന് അപ്പുറത്ത് മറന്ന് ചിരിക്കുന്നതിനേക്കാളും ആ പെയിൻ അല്ലെങ്കിൽ ആ സ്ട്രഗിള് ആളുകളുടെ ഈവൻ ദേഷ്യം പോലും നമുക്ക് എടുക്കേണ്ടി വരണം. നമ്മളെ കുറിച്ച് ഉണ്ടാക്കുന്ന പ്രീ ജഡ്ജ്മെന്റ് വളരെ മോശമായിരിക്കാം, പക്ഷെ അവര് നമ്മളെ അറിയുന്ന സമയത്ത് വേറൊരു മൈൻഡ് ആയിരിക്കും. അത് എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ കേട്ടോ. എന്നെ പേഴ്സണലി അടുത്ത് വന്ന് സംസാരിച്ചിട്ടും ആൾക്കാർക്ക് ടോട്ടലി മാറിപ്പോകുന്ന ആൾക്കാരുണ്ട്. ഏതെങ്കിലും ഒരു എക്സ്പീരിയൻസ് പറയാവോ, ഷെയർ ചെയ്യാവോ? ഒരുപാടുണ്ട്. അങ്ങനെ നോക്കുമ്പോ എന്റെ ക്ലാസ്സിൽ തന്നെ ആൾക്കാർ എന്നെ കുറിച്ച് ഭയങ്കര ജാടയായിരിക്കും, ഭയങ്കര പ്രശ്നമൊക്കെ ആയിരിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അവസാനം അവര് പറയുന്നത് എന്താ വെച്ചാല് ഒരിക്കലും ഞാൻ ദേഷ്യക്കാരി ആയിരിക്കുന്നൊക്കെ വരച്ച ആൾക്കാരുണ്ട്. ചിലരുടെ അടുത്ത് ദേഷ്യം എടുക്കേണ്ടി വന്നിട്ടുണ്ട്. കാരണം അത് ലിസൺ ചെയ്യാൻ നമുക്ക് ദേഷ്യം എടുക്കണം. കാരണം ട്രെയിനിങ് എന്ന് പറഞ്ഞ ഒരു ഭയങ്കര അവിടെ നിൽക്കുന്ന ആളാരാണോ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അവരുടെ പ്രശ്നങ്ങൾ ചില ലിസൺ ചെയ്യാത്തവരായിരിക്കും. അപ്പൊ ഞാൻ അത്രയും പേഷ്യന്റ് ആയിട്ട് ഡീൽ ചെയ്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. പലരും വന്നു പറയുന്നുണ്ട്, എന്താണ് നിങ്ങള് പേഷ്യൻസ് ഞങ്ങളെ സമ്മതിച്ചിരിക്കണം കേട്ടോ എന്ന് പറയും. അപ്പൊ ഞാൻ പറയും, ഐ എം നോൺ ഫോർ മൈ ഇംപേഷ്യൻസ്. കാരണം അത്രയ്ക്കും ആൾക്കാർ എന്നെ കുറിച്ച് പറഞ്ഞ ഭയങ്കര അഗ്രസീവല്ല. ഞാൻ അഗ്രസീവായ കാര്യങ്ങളൊക്കെ ഫേമസ് ആവുന്നേ ഉള്ളൂ. ഞാൻ ഭയങ്കര സൈലന്റ് ആയിട്ടുള്ള ഒരാളാണ്. പക്ഷെ കണ്ടാ തോന്നില്ലെന്നേ ഉള്ളൂ. പാവന്നല്ല, എല്ലാവരും പാവമുണ്ട്, പ്രശ്നക്കാരും ഉണ്ട്. പക്ഷെ ഫോർ മീ ഞാനത് ഓപ്പൺ ആയി എക്സ്പ്രസ് ചെയ്യുന്ന ഒരാൾ. അതിൽ എനിക്ക് ഇതുവരെയും ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ ആലോചിക്കുന്ന സമയത്ത് കുറച്ച് കഴിയുമ്പോഴൊക്കെ നമുക്ക് തോന്നും നമ്മുടെ ലൈഫിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ട്, വെറുതെ മാറി നിന്ന് ചിരിക്കാതെ എന്തെങ്കിലുമൊക്കെ ചെയ്തിരുന്നു. കാരണം ഈ സ്ട്രഗിൾ എടുക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ എടുക്കാന്നുള്ളതാണ്. അത് എടുക്കാതെ നമുക്ക്, കാരണം അല്ലെങ്കിൽ നമ്മൾ എല്ലാവരും പോലെ മാറി നിന്നാൽ മതിയല്ലോ, സേഫ് സോണിൽ ഇരുന്നാൽ മതിയല്ലോ. ആ സേഫ് സോണിൽ ഇരിക്കാതെ നമ്മള് വർക്ക് ചെയ്തു, അതിന്റെ കുഴപ്പങ്ങൾ നമ്മുടെ ലൈഫിലുണ്ട്. പക്ഷെ ചിലപ്പോൾ ഈ ജീവിതത്തിന് അങ്ങനെയായിരിക്കാം മുന്നോട്ട് പോകേണ്ടത്. ഞാൻ അതിനെ ഒരിക്കലും റോങ് ആയി കാണുന്നില്ല. കാരണം ഇപ്പൊ ഞാൻ ഇങ്ങനെ ആയതുകൊണ്ട് എനിക്ക് ടൈം കിട്ടിയ ടൈമിൽ ഞാൻ പഠിച്ച കാര്യങ്ങൾ, ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത കാര്യം, ഞാൻ നടത്തിയ ട്രാവലുകളൊക്കെ എനിക്ക് ഗുണമാവുന്നത് ചിലപ്പോൾ ഇനി എന്റെ വർക്ക് എന്താണോ അതിലായിരിക്കും. അപ്പൊ ഇപ്പൊ ഞാൻ ഈ ട്രെയിനിങ് ചെയ്യുന്ന സമയത്തൊക്കെ കുറച്ചധികം നല്ല മൂവീസ് ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു VK പ്രകാശിന്റെ ഒരു വെബ് സീരീസ് ട്രെയിൻ ചെയ്യുന്നത്. അപ്പൊ ഈ കുട്ടികൾക്കൊക്കെ ഉള്ള ചേഞ്ച് വരുമ്പോഴേ ഇവരെയൊക്കെ പഠിപ്പിക്കാൻ പറ്റുന്നത് ഒക്കെ ഈ എക്സ്പീരിയൻസിന്റെ പുറത്തായിരിക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മളൊരു ട്രെയിനിങ് ചെയ്തപ്പോ ഞാൻ ആരെയും വിളിച്ചിട്ട് എനിക്ക് ട്രെയിനിങ് വേണമെന്ന് പറയില്ല. പക്ഷെ എനിക്ക് എന്റെ കുട്ടികളെ എന്നിട്ടാണ്, അല്ലെങ്കിൽ ഞാൻ കുട്ടികളോ അല്ലെങ്കിൽ എന്റെ ക്ലാസ്സിലിരുന്നവർ ചെന്നിട്ടാണ് എന്നെ കുറിച്ചുള്ള ഒപ്പീനിയൻ പറഞ്ഞിട്ടാണ് അടുത്ത ആൾ എന്നെ വിളിക്കുന്നത്. അല്ലാതെ അങ്ങനെ നമ്മുടെ പ്രൊഫഷൻ വേറെയാണല്ലോ. അപ്പൊ അങ്ങനെ ഓരോ തവണയും ഞാൻ അങ്ങനെ ഒരാളെ നിർബന്ധിച്ചിട്ടൊന്നും നമ്മൾക്ക് പറയാൻ പറ്റില്ല. പക്ഷെ അതാ പറയണത്, നമ്മളുടെ ലൈഫിനെ നമ്മൾ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ഇത്രയും സ്ട്രഗിളിനിടയിലൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തു. പിന്നെ ആളുകൾ മാറുന്നുണ്ട്. കാരണം 10 വർഷം മുമ്പത്തെ ആളുകളല്ലല്ലോ ഇപ്പൊ. അപ്പൊ ആളുകൾ കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാക്കും. എല്ലാവരും ഓപ്പണാണ്. കുറച്ച് കഴിയുമ്പോൾ എല്ലാവരുടെയും കള്ളത്തരങ്ങൾ മനസ്സിലാക്കും, നല്ലത് എല്ലാം മുന്നിലേക്ക് വരും ഒരു ലൈഫിന്റെ. അപ്പൊ നമുക്ക് എത്ര എന്താണ് പറയാ ഒരു ഫേക്ക് ആയിട്ട് നിൽക്കാൻ ശ്രമിച്ചത് നടക്കൂല. അപ്പൊ ഒരു സമയം കഴിയുമ്പോൾ എല്ലാം മുന്നിലേക്ക് വരും. അപ്പൊ ഞാൻ വിചാരിക്കണ നമ്മൾ മുന്നോട്ട് പോയി നമ്മുടെ ഉള്ളിന്റെ സത്യത്തിലാണ്. അപ്പൊ അത് സ്ലോലി ഇറ്റ് വിൽ അൺഫോൾഡ്. കാരണം അങ്ങനെ ഒരു സ്ട്രഗ്ലിങ് അല്ലെങ്കിൽ ഒരു ഹാർഡ് പാത്ത് ചൂസ് ചെയ്ത് തന്നെയാണ്. അവിടെ ഫ്രണ്ടിൽ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. അപ്പൊ അതില്ലാതെ ഹാർഡ് പാത്ത് എടുക്കാൻ തീരുമാനിച്ചെങ്കിൽ ഒറ്റ ലൈഫേ ഉള്ളൂ. ലെറ്റ്സ് സീ വാട്ട് ഈസ് ഇൻ ഇറ്റ് എന്നുള്ള സാധനമുണ്ട്. ഒരുപാട് വിവാദങ്ങളിൽ പെട്ടിട്ടുണ്ട്. പെട്ടതല്ല, അല്ലെങ്കിൽ ഞാൻ റെസ്പോണ്ട് ചെയ്തപ്പോ ആൾക്കാര് കൊണ്ടുവന്ന് പെടുത്തിയതാണ്. ഞാൻ പോലും അറിഞ്ഞില്ല ഈ റെസ്പോൺസിനൊക്കെ ഇത്ര വലിയ ഇമ്പാക്ട് ഉണ്ടാവും. ഒരു വിവാദ നായിക എന്നൊരു ടാഗ് ലൈൻ ചേച്ചിക്ക് കിട്ടി. അതിനോടൊരു കംപ്ലൈന്റ് ഉണ്ടോ സൊസൈറ്റിയോട്? ആ സമയത്തൊക്കെ ഉണ്ടായിരുന്നു. കാരണം വെച്ചാല് നമ്മൾ പറയുന്നത് വളരെ, എനിക്ക് ആ സമയത്ത് കുറച്ച് ഭയങ്കര എന്താണ് നമ്മൾ പറയില്ലേ രക്തം തിളച്ചിരിക്കുന്ന സമയം എന്നൊക്കെ പറയുന്ന സമയത്ത് എനിക്ക് ആൾക്കാരോട് പ്രതികരണ ശേഷി ഭയങ്കര കൂടുതലാണ്. പ്രത്യേകിച്ച് സ്കൂൾ ഓഫ് ഡ്രാമയിലൊക്കെ പഠിച്ചു വന്നതിന്റെ കുഴപ്പമുണ്ടായിരുന്നു. പക്ഷെ അത് ആ സമയത്ത് ഞാൻ ആലോചിക്കുന്ന സമയത്ത് ഇപ്പോഴത്തെ ഹിമേനെ ഞാൻ ആ ഹിമയായിട്ട് തട്ടിച്ചു നോക്കുമ്പോൾ എനിക്ക് ഗുണം ചെയ്തിട്ടുണ്ട് ഒരുപാട്. കാരണം ആൾക്കാർക്ക് നമ്മളൊരു വെറുതെ ഇങ്ങനെ ഉള്ള ഒരു പെൺകുട്ടിയല്ല, കുറച്ചൊക്കെ എന്താണ് പറയാ ഒരു സംസാരിക്കാൻ അറിയുന്ന കാര്യങ്ങൾ ചെയ്യാം. അതിന്റെ ഗുണമുണ്ട്, ദോഷമുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞ എപ്പോഴും എല്ലാവർക്കും ഇപ്പൊ മനസ്സിലാക്കുന്നവർ കൂടിയിട്ടുണ്ട്. ഇപ്പൊ
പണ്ടെന്ന് പറയുമ്പോൾ ആൾക്കാർ ഇങ്ങനെ നോക്കിക്കൊണ്ട് ഞാൻ നോക്കി ഇവരൊക്കെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും. പിന്നെ അതിന്റെ ഗുണം ഉണ്ടായിട്ടുള്ളത് നമുക്ക് എവിടെ വേണമെങ്കിലും ട്രാവൽ ചെയ്യാം. ആരും നമ്മളെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ വലിയ കുഴപ്പമൊന്നും ഉണ്ടാക്കത്തില്ല ആൾക്കാർ, അറിയാം. അപ്പൊ അതിന്റെയൊക്കെ ഗുണമുണ്ട്. കാരണം ഇപ്പൊ ഇവളാണ്, നമുക്ക് ഓക്കെയാണ്. അപ്പൊ ആ ഒരു ധൈര്യശാലി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഒരുപാട് എനിക്കെതിരെ പ്രശ്നങ്ങളും വരില്ല. കാരണം അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അതിന്റെ അത് ഗുണമാണ് അങ്ങനെ നോക്കുമ്പോൾ. പക്ഷെ ഇപ്പോഴത്തെ സൈഡിൽ എനിക്ക് പ്രൊഫഷണലി ഒരുപാട് ശത്രുക്കളുണ്ട്. ഞാൻ പോലും അറിയാത്ത ശത്രുക്കളുണ്ടായിട്ടുണ്ട്. പക്ഷെ ഇവരെ ഈ പ്രൊജക്റ്റഡ് പേഴ്സണാലിറ്റിനെയാണ് ഇവരൊക്കെ കാണുന്നത്. റിയൽ ആയിട്ട് ഞാൻ എന്താന്ന് അന്വേഷിക്കാനൊന്നുമില്ല. കാരണം പൊതുവെ ആളുകൾ അവരെങ്ങനെയാണോ അങ്ങനെയാണ് മനുഷ്യരെ കാണാൻ. ഞാനാണെങ്കിൽ ഈ ആരും സഞ്ചരിക്കാത്ത കുറെ ഏരിയാസിലൂടെയൊക്കെ കടന്നുപോയി. അതും ഒരു നടി ഒരിക്കലും സഞ്ചരിക്കാത്ത ഏരിയാസിലൂടെയൊക്കെ കടന്നുപോയിട്ട് വേറെ തന്നെ ഇതിലിരിക്കണ ഒരാളാണ്. അപ്പൊ എനിക്കെന്നെ തോന്നിയിട്ട് ഇവരൊക്കെ എന്താണ്, ഭ്രാന്താണോ, എനിക്കാണോ ഭ്രാന്തെന്നൊക്കെ ഇടയ്ക്കൊക്കെ തോന്നിയിട്ടുണ്ട്. ഡ്രസ് ചെയ്ത് വരുന്ന രീതി കണ്ടിട്ടാണെങ്കിലും അല്ലെങ്കിൽ പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ടാണെങ്കിലും ഫെമിനിസ്റ്റ് ആണ് എന്ന് പറഞ്ഞ ആളുകള് ഒരു എന്താ പറയാ ഒരു ചോദ്യം നോക്കിട്ടെ, എന്താ ഡ്രസ്സിങ്? പൊട്ടുകുത്തുന്നാണോ? പൊട്ട് കുത്തുന്നത് കണ്ടിട്ട് അല്ലെങ്കിൽ വലിയ മൂക്കുത്തി പൊട്ടുകുത്തുന്ന അത് വേറെ. അപ്പൊ ഞാൻ ഈ ഒരു സാരി സെറ്റ് കൊണ്ടെടുത്തുന്ന ഞാൻ പക്ക കുലസ്ത്രീ ആയിരിക്കും. അതെ, ഞാൻ അങ്ങനത്തെ ഡ്രസ് ഇടാറുണ്ട്. അതെന്താരും കാണാത്ത? അത് കാണില്ല. അതെന്താ? അതെന്താന്നാ ഞാൻ ചോദിക്കുന്നത്. എന്താണ് ചേച്ചിയുടെ പ്രതികരണം? എനിക്കറിയില്ല. എനിക്ക് ഇഷ്ടമുള്ള ഡ്രസ്സാണ് ഞാൻ ഇടുന്നത്. ഞാൻ പൊതുവെ ഇടുന്ന സമയത്ത് ഒരു കംഫർട്ടബിൾ കോസ്റ്റ്യൂമിങ് ആണ് ഞാൻ ഇടാറ്. പിന്നെ എനിക്ക് പൊട്ടുകുത്തുന്ന ഇഷ്ടമാണ്. അത് ഞാൻ കുങ്കുമമാണ് തൊടാറ് കുറച്ചും കൂടി. എനിക്ക് ഇഷ്ടമാണ് കുങ്കുമം തൊടുന്നത്. പക്ഷെ ഒരു സമയം ഇപ്പൊ എന്നെ എല്ലാവരും സംഗീന്നൊക്കെ വിളിച്ചു തുടങ്ങി. അതായത് കുങ്കുമം തൊടാ. അപ്പൊ ഞാൻ ഇത് കൊള്ളാലോ. അപ്പൊ ഞാൻ പറഞ്ഞു കുങ്കുമം തൊട്ടാ എങ്ങനെയാ സംഖ്യയാവാം? എനിക്ക് എന്റെ ചെറുപ്പം മുതലേ ഞാൻ തൊടുന്ന ഒരു സാധനമാണ്. പിന്നെ ഇങ്ങനെ എല്ലാത്തിനും ഇങ്ങനെ എന്താണ് പറയുക, ഇങ്ങനെ ടാഗ് ലൈൻ ഇട്ട് വെച്ചിരിക്കുകയാണ്. പിന്നെ ഈ പറയുന്ന പോലെ സ്പിരിച്വാലിറ്റി സംസാരിച്ചു കഴിഞ്ഞാലും അവിടെ സംഖ്യയാണ് എന്നുള്ള ഒരു സ്പിരിച്വാലിറ്റി സംസാരിക്കുന്ന സംഖ്യ മാത്രമാണോ? അല്ല, അവിടെയാണ് പ്രശ്നം. ആൾക്കാർ ഭയങ്കര ഇവര് തന്നെ ഓരോ കാലത്തിലും എനിക്ക് തോന്നുന്നു 2-3 വർഷം കഴിയുമ്പോൾ മാറുന്നുണ്ടെന്നോണം ഈ ടാഗ് ലൈൻസ് ഒക്കെ. അപ്പൊ നമ്മള് ഒരു 3 വർഷത്തിൽ ഇവരിടുന്ന ടാഗ് ലൈൻ നമ്മൾ പെട്ടുപോകണോ? ഞാൻ പറഞ്ഞു വന്നെന്താ വെച്ചാൽ, ഇപ്പൊ എനിക്ക് ഒരു സമയത്ത് ഞാനൊരു സ്ത്രീ ആയതുകൊണ്ട് നേരിടേണ്ടി വന്ന ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അപ്പൊ അത് ഞാൻ പുറത്തേക്ക് എടുത്തു വന്നപ്പോ ഞാൻ ഫെമിനിസ്റ്റ് ആണ്. ഫെമിനിസ്റ്റ് ആവുന്നതുകൊണ്ട് ഞാൻ ഫെമിനിസ്റ്റ് ആണെന്ന് പറയുന്നതിൽ എനിക്കൊരു കുഴപ്പമില്ല. ആൾക്കാർ എന്നെ പറയണോണ്ടും എനിക്ക് കുഴപ്പമില്ല. അതെന്നെ പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ട്. എന്താണ്, ആൾക്കാർ കുറ്റം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ മോർ ദാൻ ദാറ്റ് ഫോർ മീ, ഞാനിപ്പോ നമുക്ക് എല്ലാവർക്കും ഒരു ഇവോൾവ്മെന്റ് ഉണ്ടാവുമല്ലോ, ലൈഫിൽ ഒരു ഇവോൾവ് ആയിട്ടുള്ള ഒരു സ്റ്റേജ് ഉണ്ടാവും. ഫോർ മീ, ഞാൻ ഈ ട്രെയിനിങ് ഒക്കെ തുടങ്ങി ഒരു സമയം കഴിഞ്ഞ് ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ചു തുടങ്ങിയപ്പോൾ താൻ ശരിക്കും പെണ്ണാണോ? ആണോ? എന്താ ചെയ്യാൻ പറ്റും? ചോദിക്കാണോ? താൻ ശരിക്കും പെണ്ണാണോ? അതെ. അപ്പൊ അച്ഛൻ എവിടെ പോയി? എന്താണ്? അച്ഛൻ എവിടെ പോയി? അച്ഛൻ ഉണ്ടല്ലോ. അച്ഛൻ എവിടെ ഉണ്ട്? വീട്ടിലുണ്ട്. അച്ഛൻ അത് ഓക്കെ, അമ്മ അച്ഛനും കൂടി ചേർന്നിട്ടാണല്ലോ ഉണ്ടായേ. അതെ. അപ്പൊ എവിടെ അച്ഛൻ? എവിടെ? അച്ഛനും ഉണ്ടാവുമല്ലോ ഉള്ളിലുണ്ട്. അതെ. ഓക്കെ. അപ്പൊ ശരിക്കും രൂപത്തിൽ പെണ്ണാണ്, പക്ഷെ ഉള്ളി അതെ, 2 ക്യാരക്ടേഴ്സും ഉണ്ട്. അതെ, ഉണ്ടല്ലോ. ഇത്രേ ഉള്ളൂ പ്രശ്നം. അപ്പൊ ഇത് മനസ്സിലാക്കി കഴിഞ്ഞപ്പോ നമ്മുടെ ഉള്ളിൽ നടക്കുന്ന ഞാനിപ്പോ എനർജി ആണ് കുറച്ചും കൂടി ഫോക്കസ് ചെയ്യുന്നത്. എനർജിയില് അച്ഛനും ഉണ്ട്, അമ്മയുണ്ട്. ഇത് രണ്ടും ചേർന്നിട്ടാണ് ഒരു ന്യൂട്രാലിറ്റി. അതായത് ഇടയ്ക്കൊരു സ്വിച്ചും കൂടി വെച്ചിട്ടുണ്ട്, ന്യൂട്രാലിറ്റി. ഇത് വെച്ചിട്ടാണ് നമ്മൾ എന്താ പറയാ ഇങ്ങനെ കളിക്കുന്ന മൊത്തം. അപ്പൊ ഈ ബോഡി നശിച്ചു. പക്ഷെ എന്താ നശിക്കാത്ത? ഇപ്പൊ എന്നെ കുറിച്ച് നിങ്ങളൊരു വിവാദ നായിക എന്നുള്ള പേരിടണമെങ്കിൽ ഞാൻ എന്റെ രൂപത്തിനല്ലല്ലോ നിങ്ങൾ ഇട്ടിരിക്കണേ. ഞാൻ ചെയ്ത പ്രവൃത്തിനെ സംസാരത്തിന്നൊക്കെയാണല്ലോ ജഡ്ജ് ചെയ്തത്. അപ്പൊ ഒരാളുടെ ഉള്ളിൽ ഇതൊക്കെ, അല്ലെങ്കിൽ ഫെമിനിസ്റ്റ് എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ അതിൽ നിന്നൊക്കെ ജഡ്ജ്. ഒരാളുടെ ഉള്ളിൽ ഇത് രണ്ടും ഉള്ള ഒരു ആളാണ് നമ്മളെങ്കിൽ, ഫീമെയിൽ എന്ന് പറഞ്ഞൊരു ബോഡിക്ക് വേണ്ടി മാത്രം വാദിക്കുന്ന ആവണ്ടെന്നൊരു തോന്നൽ വന്നു. കാരണം ഇതിന്റെ ബാലൻസിങ് ആണ് ഒരു ഫീമെയിലാണെങ്കിലും മെയിലിനാണെങ്കിലും അയാൾക്ക് സമാധാനം ഉണ്ടാക്കുന്നത്, അല്ലാതെ വേറെ ഒന്നുമല്ല. അപ്പൊ ഈ ബാലൻസിങ്ങിനെ കുറിച്ച് മനസ്സിലായപ്പോ ഫെമിനിസം എന്നൊക്കെ പറയുന്നത് ഉള്ളിലുള്ള എല്ലാവരും ഫെമിനിസ്റ്റ് ആണ്. കാരണം എല്ലാവരുടെ ഉള്ളിലും അമ്മയുണ്ട്. ആണുങ്ങളുടെ ഉള്ള അമ്മയുണ്ട്, പെണ്ണുങ്ങളുടെ ഉള്ള അച്ഛനുണ്ട്. അപ്പൊ നിങ്ങൾ ആർക്ക് വേണ്ടിയാണ് ഒരു തലം കഴിയുമ്പോൾ നമുക്ക് ഇത് എന്തിനു വേണ്ടിയാണ് നമ്മൾ ഇത് മാത്രം എന്ന് പറയുമ്പോൾ ഇത് സോഷ്യലാണ് ഫെമിനിസം എന്ന് പറയുന്നത്. കാരണം സോഷ്യലി സ്ത്രീകൾക്ക് എന്താണ് പറയാ,
സ്ത്രീകളെ എല്ലാവരും സ്ത്രീകളായിട്ട് മാത്രം ശരീരമായിട്ട് കാണുന്നതുകൊണ്ട് അവരെ മുന്നിലേക്ക് കൊണ്ടുവരാനായിട്ട് ഈക്വാലിറ്റി എന്ന് പറഞ്ഞിട്ടൊരു ഇതിലേക്ക്, അത് സോഷ്യലാണ്. പക്ഷെ ഒരു നെക്സ്റ്റ് ലെവൽ കഴിയുന്ന സമയത്ത് നമ്മൾ ഇന്റേണൽ സെൽഫിലേക്ക് നോക്കുന്ന സമയത്ത് ആ സോഷ്യൽ ഫെമിനിസം നമുക്ക് അഡാപ്റ്റബിൾ അല്ല. നമ്മൾ ഫ്രസ്ട്രേഷനിലേക്ക് മാത്രം കൊണ്ടുവരണം. ഒരു സൈഡ് മാത്രമാണ് എനർജി വൈസ് അതിനെ ഫോക്കസ് ചെയ്യുന്നത്, ഓപ്പോസിറ്റ് അപ്പം റിയാക്ട് ചെയ്യും. അപ്പോഴാണ് എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടി ഈ ഫെമിനിസ്റ്റിക് ആയ ആൾക്കാർക്ക് ഒരു മെയിൽ ഒരു രീതി വരും ബോഡി ലാംഗ്വേജിലൊക്കെ. കാരണം മെയിലിനോട് കോമ്പീറ്റ് ചെയ്യാണ്. അപ്പൊ അവിടെയാണ് ഈ ഫെമിനിസ്റ്റ് എന്ന് പറഞ്ഞ ആൾക്കാർക്ക് ഇത് ഒരു ഓപ്പോസിറ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നത്. പക്ഷെ ഫോർ മീ അത് അങ്ങനെ വരുന്ന പെൺകുട്ടികളാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഒരു സ്ത്രീയുടെ ഒരു പുരുഷന്റെ ഇതില് ഏറ്റവും കൂടുതൽ വേണ്ടത് അവനവന്റെ സ്വത്വം എന്താണോ അതില് ഉറച്ചിക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിൽ ഉറച്ചൊന്ന് അവർക്ക് ഫൈറ്റ് ചെയ്യണമെങ്കിൽ ഫൈറ്റ് ചെയ്യാം. അപ്പൊ ഇതെല്ലാം കഴിയുമ്പോൾ ഇതൊക്കെ ഞാൻ മനസ്സിലാക്കി വരുന്ന സമയത്ത് ഞാൻ വിചാരിക്കുന്നത് സോഷ്യലി ഇപ്പൊ എന്നോട് ചോദിക്കാൻ ഞാൻ ചിലപ്പോൾ ഫെമിനിസ്റ്റ് എന്ന് പറയാം, എനിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതിന്റെ ഇപ്പുറത്തേക്ക് വരുമ്പോൾ ഞാൻ ഒരു ഈക്വലിസ്റ്റ് ആണ്. ഇപ്പൊ പലർക്കും പല ഡെഫിനിഷനാണ് ഈ ഫെമിനിസം എന്ന് പറയുന്നത്. പുരുഷന്മാരെ അടിച്ചമർത്തുന്ന ഒരു കൂട്ടം സ്ത്രീകളുടെ കമ്മ്യൂണിറ്റിക്ക് പറയുന്ന പേരാണ് ഫെമിനിസം. അല്ല, അത് അങ്ങനെ കുറച്ചു പേര് ഈ പേഴ്സണാലിറ്റിയിലേക്ക് വന്നതാണ്. കാരണം ചിലപ്പോൾ അവർക്കുണ്ടായ അനുഭവങ്ങളിൽ നിന്നായിരിക്കും അവര് അങ്ങനെ ഒരു തീരുമാനം എടുത്തത്. കാരണം വെച്ചാൽ എനിക്ക് ഫെമിനിസ്റ്റ് ആണ്, എനിക്ക് ഇവരൊക്കെ പുരുഷൻ അവരോട് ചെയ്തതിന്റെ പ്രശ്നത്തില്ല, തിരിച്ചു സ്ത്രീകളോട് വിരോധമുള്ള പുരുഷന്മാരുണ്ടല്ലോ ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെ ഉണ്ടായ ഒരു സമൂഹത്തിനെ മൊത്തം ഫെമിനിസ്റ്റ് എന്ന് വിളിക്കുമ്പോൾ അതൊരു ടോട്ടലി അങ്ങനെ അല്ലാത്തവരും ഉണ്ട്. പക്ഷെ അങ്ങനെയാണ് പുരുഷനൊപ്പം നിൽക്കാൻ പുരുഷനെ പോലെ ആവുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. അങ്ങനെ ആവണം പറഞ്ഞപ്പോ സ്ത്രീയുടെ ഒപ്പം നിൽക്കാൻ സ്ത്രീയെ പോലെ ആവണ്ടേ? അപ്പൊ ഇത് രണ്ടും അങ്ങനെയാണെങ്കിൽ മാച്ച് ചെയ്യത്തില്ല. അപ്പൊ അങ്ങനെ സംഭവിച്ച കുറെ സ്ത്രീകളുടെ പുരുഷനോടുള്ള ദേഷ്യമൊക്കെ സമൂഹത്തില് ഈ ഫെമിനിസം എന്ന് പറഞ്ഞ വേർഡിനെതിരെ നിൽക്കുന്നുണ്ട്. അപ്പൊ അത് ഭയങ്കരമായിട്ട്, പക്ഷെ റിയൽ ആയിട്ട് അതിന്റെ മീനിങ് അറിയുന്ന ഒരാൾക്ക് അതൊരിക്കലും ഫൈറ്റിംഗ് അല്ല, ഒരുമിച്ച് മുന്നേറില്ലാന്ന് മാത്രം മനസ്സിലാവുള്ളൂ. സിനിമ ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വരാൻ പേടിച്ചിരിക്കുന്ന ഒരുപാട് യങ് ആയിട്ടുള്ള ആളുകളുണ്ട്. അതായത് അവരുടെ ഫാമിലി ആണെങ്കിലും അവർക്ക് സപ്പോർട്ടില്ല. കാരണം വൃത്തിയായിട്ട കാര്യങ്ങളാണ് ഇൻഡസ്ട്രിയെ കുറിച്ച് കേൾക്കുന്നത്. അതിലേക്ക് വന്നു കഴിഞ്ഞാൽ വരുന്ന നെഗറ്റീവ്സിനെ പറ്റി എന്താണ് ചേച്ചിക്ക് അതിനെ പറ്റി പറയാനുള്ളത്? നമ്മളിപ്പോ ഏത് ഫീൽഡിൽ നോക്കുവാണെങ്കിലും വൃത്തിയായിട്ട കാര്യങ്ങളുണ്ട്, വേണമെങ്കിൽ നമുക്ക് അതിനോട് യോജിക്കാം, വേണമെങ്കിൽ യോജിക്കാം. ഫോഴ്സ്ഡ് ആണ് പലതും. പക്ഷെ ഇൻഡസ്ട്രിയിൽ എനിക്ക് തോന്നുന്നു നമുക്ക് ചോയ്സ് ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ അത് എടുക്കാതിരിക്കാം. ചിലപ്പോൾ നിങ്ങളുടെ ഓപ്പർച്യൂണിറ്റി പോവുമായിരിക്കും, ചിലപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങൾ നടക്കില്ലായിരിക്കാം. പക്ഷെ ഇതാണ് കാര്യം, ഇൻഡസ്ട്രിയിൽ ഇതുണ്ട്. കാരണം ഇതിനൊരു ഓപ്പൺ സ്പേസ് ആണ്. കാരണം അധികം പേര് ചോദിക്കാനില്ല, എല്ലാവരും ഒരു സ്പേസിൽ നിൽക്കുന്ന ആൾക്കാരാണ്. അവിടുത്തെ നീഡിനനുസരിച്ചാണ് ഓരോ കാര്യങ്ങൾ വരുന്നത്. നിങ്ങളുടെ ചോയ്സാണ്, നിങ്ങൾക്ക് എടുക്കണോ വേണ്ടയോ എന്നുള്ളത്. പക്ഷെ എന്ന് വെച്ചിട്ട് ഇപ്പോ ആഫ്റ്റർ കൊറോണ പുതിയതായിട്ട് വന്ന പിള്ളേരൊക്കെ എന്ന് പറയുന്നത് വേറൊരു തരം ആൾക്കാരാണ്. അതായത് പിന്നെ ആഫ്റ്റർ ഇപ്പൊ ഹേമ കമ്മീഷൻ വന്നപ്പോഴേക്കും സ്ത്രീകളൊക്കെ കുറച്ചും കൂടി ഇവോൾവ് ആയി, കുട്ടികളും എല്ലാവരും. ഇപ്പൊ നമ്മളൊക്കെ പണ്ട് സംസാരിച്ചിരുന്ന സമയത്ത് നമ്മളെ പോലെ സംസാരിക്കുന്ന ആൾക്കാർ ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പോ അതുപോലെ സംസാരിക്കാൻ ഒരു 1000 പേരെ കിട്ടും. അപ്പൊ സൊസൈറ്റി മാറുന്നു, പെൺകുട്ടികൾ ധൈര്യമായിട്ട് ഇതിനൊക്കെ ഫേസ് ചെയ്യുന്നു. ഇപ്പൊ ഫെമിനിസ്റ്റിക് എന്ന് പുച്ഛിച്ചാലും അങ്ങനെയൊക്കെ ഉള്ളവരൊക്കെ സംസാരിച്ചതിലൊക്കെ എവിടേക്കോ ഇൻസ്പയർഡ് ആയിട്ട് എന്താണ് പറയുക, കുട്ടികൾ അവനവന് വേണ്ടി അപ്പൊ പുരുഷന്മാരും മാറി. പുരുഷന്മാരെന്ന് പറയുന്നതും ഇപ്പൊ കുറച്ചുകൂടി സ്ത്രീകളെ മനസ്സിലാക്കുന്നു, അവരുടെ ഒപ്പം നിൽക്കുന്നു. അവരെ ഡ്രസ്സ് കുറഞ്ഞു കണ്ടാലൊന്നും അവർക്ക് ഇപ്പോഴത്തെ ജനറേഷൻ ഒരു പ്രശ്നമില്ല. അവരുടെ വയറ് കണ്ടാലും ഇവിടെ ഒന്നും കണ്ടാലും ഒന്നും പ്രശ്നമില്ലാത്ത ജനറേഷൻ. പ്രശ്നമുള്ള ജനറേഷന്റെ ഒരു സ്വഭാവം മാറി വരുന്നു. അപ്പൊ ഞങ്ങളുടെ എന്ന് പറയുന്നത് ഇതൊക്കെ പ്രശ്നമുള്ള ജനറേഷൻ നമ്മൾ ഓവർ വാച്ച് ചെയ്യുന്ന ഒരു ടൈമായിരുന്നു. എന്നാൽ നമ്മൾ മൈൻഡ് ചെയ്യത്തില്ല. പക്ഷെ ഇപ്പൊ കുറച്ചും കൂടി ആ ഒരു മൈൻഡ് സെറ്റുള്ള പിള്ളേർ ഒരുപാട് വന്നുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് എല്ലാം പേഴ്സണൽ ചോയ്സുകളാണ്. ഈ കാസ്റ്റിംഗ് കൗച്ച് എന്ന് പറയുന്ന സംഭവം എക്സ്പെക്ട് ചെയ്തുകൊണ്ട് ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് വന്നാ മതി എന്ന് അങ്ങനെയൊന്നും ഞാൻ പറയില്ല. കാരണം വെച്ചാല് ഇതെല്ലാം എക്സ്പെക്ട് ചെയ്തോണ്ട് കാസ്റ്റിംഗ് കൗച്ച് ഒക്കെ എക്സ്പെക്ട് ചെയ്തോണ്ട് വന്നെന്ന് പറഞ്ഞാൽ അതുണ്ടാവാം. ഇപ്പൊ ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്, തുടക്കകാലത്തൊക്കെ എനിക്ക് കോൾ വന്നിട്ടുണ്ട്. നമ്മൾ നോ പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് അറിയാൻ പറ്റും. നമ്മളിപ്പോ ഒരു കാര്യം നമ്മുടെ ഉള്ളിൽ എടുക്കുവാണ്, എനർജിയിൽ എടുക്കുവാണോ, ഇത് എനിക്കിവിടെ കാസ്റ്റിംഗ് കൗച്ച് നേടേണ്ടി വരും. ഈ ടെൻഷനിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നെങ്കിൽ ഈ ടെൻഷനിൽ ഇത് നമ്മൾ അട്രാക്ട് ചെയ്യും. എന്നെ ഇപ്പോഴത്തെ എന്റെ അറിവ് വെച്ചിട്ട് ഞാൻ ട്രാവൽ ചെയ്ത് എന്റെ മൈൻഡും ബോഡിയൊക്കെ ട്രാവൽ ചെയ്ത് എന്റെ ബുദ്ധിയൊക്കെ ട്രാവൽ ചെയ്ത് ഇപ്പൊ ഇരിക്കുന്ന അവസ്ഥയിൽ ഞാൻ മനസ്സിലാക്കുന്നതിന് അങ്ങനെ പറയാൻ പറ്റും. പണ്ടാണെങ്കിൽ ഇതൊക്കെ പ്രശ്നമാണ് മൊത്തം പ്രശ്നമെന്ന് പറഞ്ഞു. ഇപ്പൊ ഞാൻ ഇരിക്കുന്നത് കുറച്ചും കൂടി ബെറ്റർ മീ ആണ്.